എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് കറിയും വൈറലായ ഫിഷ് ഫ്രൈയും കണ്ടാലോ? സത്യം പറഞ്ഞാൽ ഇതൊന്നും വെറുതെ വൈറലായതല്ല, ചട്ടി വടിച്ചു പോലും കുറച്ച് കൂടുതൽ ചോറ് ഇന്ന് തിന്നു. അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട, ആദ്യം നമുക്ക് ഫിഷ് കറിയുടെ റെസിപ്പി കാണാം. ഒരു 5-6 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും താളിച്ചെടുക്കാം. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിനൊക്കെ മുന്നേ ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരവ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് വറുത്ത മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് ചേർത്ത് കറിവേപ്പില ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ഇതിൽ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ, അത് ഏത് മീനാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഈ തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടേസ്റ്റി ഈസി ആയിട്ടുള്ള മീൻ കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വൈറൽ ഫിഷ് ഫ്രൈ കണ്ടാലോ? അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുക്കുക, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഈ ഫിഷ് ഫ്രൈ വെറുതെ വൈറലായതല്ല കേട്ടോ, അത്രയും രുചിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, കുറച്ച് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുനുകുന അരിഞ്ഞ കുറച്ച് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പൊതിർത്തി വെച്ച വാളംപുളിയുടെ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാ തോന്നുന്നു ഇതിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കഴുകി ഇതുപോലെ വരയിട്ട് വെച്ചിട്ട് ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില റെസ്റ്റോറൻറ്റ്സിനൊക്കെ അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടും കേട്ടോ. നമ്മളെ കണ്ണൂരുള്ള ഒതേൻസിലൊക്കെ ഫിഷ് ഫ്രൈ പൊളിയാണ്. ആ ഒരു ഫിഷ് ഫ്രൈ ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിന്. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം കുറച്ച് കൂടുതൽ ചോറ് തിന്നു പോയതും ഇതൊരു കാരണം തന്നെയാണ്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് അടിപൊളി ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.